ഓവനും ബീറ്ററും എഗ്ഗും ഒന്നുമില്ലാതെ തയ്യാറാക്കിയിട്ടുള്ള ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റെഡ് വെൽവെറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് മിൽക്ക് 1 ടീസ്പൂൺ ലൈം ജ്യൂസുമായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ലൈം ജ്യൂസിന് പകരം വിനാഗിരിയും ചേർക്കാം. ഇത് നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ബട്ടർ മിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാവും. ഇനി നമുക്ക് ഒരു കപ്പ് കേക്ക് ട്രേ ഒന്ന് ലൈൻ ചെയ്തെടുക്കാം. അപ്പം കപ്പ് കേക്ക് ട്രേ ഇല്ലാത്തവർ ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുള്ള ഓവൻ ഇല്ലാതെ ചെയ്യുന്ന 2 കപ്പ് കേക്ക്സിൻ്റെ വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ചെയ്യാം. ഇനി ഒരു ബൗളിനകത്തേക്ക് 1/2 കപ്പും 2 ടേബിൾ സ്പൂണും മൈദ ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡറിൻ്റെ അളവ് 2 ടീസ്പൂൺ വരെ എടുക്കാം. ലൈറ്റ് ആയിട്ടുള്ള കൊക്കോ പൗഡർ ആണെങ്കിൽ, ഡാർക്ക് ആയിട്ടുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ തന്നെ ധാരാളം. ഇതിലേക്ക് 1/3 കപ്പ് സാധാരണ നോർമൽ ഷുഗറും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സായിട്ട് കിട്ടും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും 1/2 ടേബിൾ സ്പൂൺ റെഡ് ഫുഡ് കളറും, ഞാനിപ്പോൾ ലിക്വിഡ് ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ജെല്ലാണെങ്കിൽ ഇത്രയും വേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിലുള്ളത് മാത്രം എടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് വന്നാൽ മതി. ഒരുപാട് നേരം നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഏതെങ്കിലും ഒരെണ്ണം, ഏതായാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം തന്നെ നമ്മൾ ലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കപ്പ് കേക്ക് ട്രേ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ മുൻപിട്ടിട്ടുള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ഒരു അലൂമിനിയത്തിൻ്റെ പാത്രമാണിത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഈ ട്രേ ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ബേക്കായിട്ട് വരാനായിട്ട്. അപ്പോൾ അടിയിൽ മണലോ സാൾട്ടോ ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഒരല്പം കൂടെ സമയം കുറവ് മതിയായിരിക്കും ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ പ്ലെയിനായിട്ട് ചെയ്തതുകൊണ്ടാണ് 5 മിനിറ്റ് എക്സ്ട്രാ വന്നിട്ടുള്ളത്. അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റെഡി ആയിട്ടുണ്ടെങ്കിൽ, ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള കപ്പ് കേക്ക്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ആർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരല്പം ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. വിപ്ഡ് ക്രീം വെച്ചിട്ട് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ 2 വീഡിയോ ഇട്ട സമയത്ത് ഞാൻ ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ ഈ ഫ്രോസ്റ്റിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാത്തവർ ആ 2 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീണ്ടും ഒരിക്കൽ കൂടെ ചെയ്ത് വീഡിയോ ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലത് കാണിക്കാതിരുന്നത്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്കിത് പ്ലെയിനായിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റുമാണ്, ഫ്ലഫിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എഗ്ഗ് ഇല്ലാതെ ചെയ്യുമ്പോഴാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത്. എഗ്ലെസ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഈ ഒരു ബാറ്റർ വെച്ചിട്ട് 1/2 kg റെഡ് വെൽവെറ്റ് കേക്കും തയ്യാറാക്കിയെടുക്കാം. ഇതേ സെയിം മെഷർമെൻറ്റ്സിൽ എടുക്കുകയാണെങ്കിൽ. ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇതിൻ്റെ തന്നെ ക്രംസ് വെച്ച് കൊടുക്കുകയാണ്. കപ്പ് കേക്ക്സിൻ്റെ ക്രംസ് തന്നെയാണ്. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 8 അല്ലെങ്കിൽ 9 കപ്പ് കേക്ക്സാണ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾ പാനിൽ ഒഴിച്ച് ചെയ്യുകയാണെങ്കിൽ 6 ഇഞ്ചിൻ്റെ പാനിൽ നമുക്ക് 1/2 kg റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കി എടുക്കാം ഈ ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസും അതുപോലെ
കുറച്ച് ഷുഗർ പേഴ്സും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ കപ്പ് കേക്ക്സ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.